Hi friends, ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിസൈനർ ടോപ്പ് ആയിട്ടാണ്. ഇതുപോലെ ഹൈ നെക്ക് കോളർ ആണ് ഈ ഒരു ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഫ്രീ സ്ലീവും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 മീറ്ററിന്റെ അക്കോബ ഫാബ്രിക് ആണ്. ഈ ഒരു തുണിനെ ഞാൻ ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ടോപ്പിന് എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ തന്നെ മടക്കുക. 9 ഇഞ്ചാണ് വീതി വരുന്നത്. ഇറക്കം ഒരു 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാണ്. 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ വരുന്നത്. പിന്നെ ഏജ് വരുന്നത് 7 ഇയേഴ്സ് ആണ്, 6 to 7 ഇയേഴ്സ് വരെ. ഇനി ഇവിടുത്തെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ വീതിയാണ്. അപ്പോൾ ഇവിടെ കോളർ നെക്ക് കൊടുക്കണതുകൊണ്ട് 2 ഇഞ്ചാണ് നെക്കിന് വീതി കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ഞാനൊരു 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. 25 ഇഞ്ചിൻ്റെ 4-1 എടുക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് എക്സ്ട്രാ കൊടുക്കാം. ഇനി ഇവിടുത്തെ ടോപ്പിൻ്റെ ലെങ്ത്താണ്. എനിക്ക് 17 ഇഞ്ചാണ് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ബാക്കി ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ്. ഇനി ഇവിടുത്തെ വണ്ണം ഞാനൊരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമ്മൾ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക താഴെ വരുമ്പോൾ. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പിട്ട് കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഒരു കർവ് ഷേപ്പിൽ താഴെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് ചെയ്യണത്. ഇനി ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല. 1.5 ഇഞ്ചിൽ വേണം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത്. 1 ഇഞ്ചാണ് അല്ല 1/2 ഇഞ്ചാണ് ബാക്ക് നെക്കിൽ കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു ഷോൾഡർ സ്ലോപ്പായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണത്. ഇനി ഇവിടെ ഒരു നെക്കിന് അതുപോലൊരു ഷേപ്പ് കൊടുത്തേക്കാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ബാക്ക് പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആം ഹോൾ ഇതുപോലെ വെട്ടി കൊടുക്കുകയാണ്. ഇനി ഇതിനിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി ഇവിടെ നമ്മളൊരു സ്ലോപ്പ് കൊടുത്തിരുന്നു. അതും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കോളറിന് തയ്ച്ചു വരുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും ചെയ്യണം. ബാക്ക് പീസിൽ ഇറക്കം ഇവിടുത്തെ വീതി നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ഇനി ഇവിടുത്തെ ഇറക്കം 1 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു സ്ക്വയർ വരച്ചിട്ട് അതിന് ചെറിയൊരു യു ഷേപ്പ് പോലെ കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്കിൽ നമുക്ക് അധികം ഇറക്കം പാടില്ല. അപ്പോൾ 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഇറക്കാം. ഇതുപോലെ ഞങ്ങളുടെ ലൈനിങ് പീസ് എടുക്കുകയാണ്. ഇനി അത് ഇതുപോലെ 4 ആക്കി മടക്കിയ ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ബാക്ക് പീസാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ചിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗത്താണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ ഈ സിബിനൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് എവിടെ വരെയാണ് ആ സിബിൻ്റെ ലെങ്ത്ത് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ മാർക്ക് ചെയ്ത ഒരു ലൈൻ ഉണ്ടല്ലോ, അവൻ്റെ ഇപ്പുറത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടെയാണ് വേണം നമ്മൾ ഒന്ന് തയ്ച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മിഡിലായിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അത് പോകില്ല, വിട്ടു പോകില്ല. അപ്പം ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ് നമ്മൾ ബാക്ക് സൈഡിൽ വേണം വെക്കേണ്ടത്. അതിൻ്റെ ചീത്ത വശത്ത് വേണം ലൈനിങ് വെക്കേണ്ടത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് ഭാഗത്ത് നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വരണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വെച്ചിട്ട് ഷോൾഡർ നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് വിട്ടിരുന്നു ഒരു 1/2 ഇഞ്ച്, അതുപോലെ തന്നെ നമ്മൾ വരച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇതുപോലെയാണ് ഷോൾഡർ വെച്ച് കഴിയുമ്പോൾ വരണത്. ഇനി ഇതിൻ്റെ ചുറ്റും എത്രയാണ് ഈ നെക്കിൻ്റെ ലെങ്ത്ത് വരണേന്ന് നോക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ അറ്റത്തുനിന്ന് ടേപ്പ് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ഒക്കെ വീതി നോക്കുക. അതുപോലെ ടേപ്പ് വെച്ചിട്ട് എന്നിട്ട് അടുത്ത എൻഡ് വരെ ഈ ടേപ്പിനെ ഇതുപോലെ ചുറ്റിക്കൊണ്ടുവരാണ്. അപ്പോൾ 13 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതാണ് ആ നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത്തായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്ര വേണം നമ്മൾ കോളറിനുള്ള തുണി എടുക്കാൻ. ഇച്ചിരി കൂടി എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പിടിച്ചിട്ട് ഒന്ന് നോക്കാം, ടേപ്പ് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 6.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6.5 ഈ ഒരു സൈഡ്, 6.5 ആ സൈഡ്, അപ്പോൾ ടോട്ടൽ 13 ഇഞ്ച്. അപ്പോൾ അതിന് വേണ്ട തുണി എടുത്തിട്ടുണ്ട്. ഇതിന് 4 ഇഞ്ചാണ് അതിൻ്റെ വീതി എടുക്കുന്നത്. നീളം ഒരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 13 ഇഞ്ചിനെ പ്ലസ് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുക്കാം തയ്യൽ തുമ്പായിട്ട്, കാരണം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി വരും. ഇനി ഈ ഒരു തുണിയിൽ ഈ 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ കോളർ വെക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ കോളറാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി കട്ടി കിട്ടാൻ ഞാൻ ഇവിടെ ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണ് കോളർ എടുക്കേണ്ടത് അത്ര തന്നെയാണ് ഞാൻ ഈ ക്യാൻവാസിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സൈഡ്. ഇത്തിരി കൂടി കട്ടി കിട്ടാനാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഈ ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ആ ക്യാൻവാസിനൊന്ന് ഫിക്സ് ചെയ്യാൻ നിങ്ങളൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. ഇതുപോലെ മടങ്ങിയ ശേഷം 1 ഇഞ്ച് ലെങ്ത്ത് ഈ കോളറിന് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി ഇവിടെ നിന്ന് വേണം നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഇതുപോലെ ഈ ഒരു ബാക്ക് സൈഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ കോളർ വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ട് അനുസരിച്ച് അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം, നല്ലതായിരിക്കും. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും ഇനി തികഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് പാടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം ഇതൊന്ന് വേണമെങ്കിൽ ഈ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് വയ്ക്കുമ്പോൾ അത് നിവർന്നു പോകില്ല. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അതിൻ്റെ അറ്റത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി, വേറെ തയ്യൽ തുമ്പൊന്നും ഇനി വിടണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് സൂചി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സൈഡിൽ വേണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് നീക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ 1/2 ഇഞ്ച് നീക്കുക. ഇതിൻ്റെ ഉള്ളിൽ ആ കോളറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി ഫിക്സ് ചെയ്യാൻ ഒന്ന് തേച്ച് കൊടുക്കണം, നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ആ ഒരു അറ്റത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് തികയുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ കുറച്ച് എക്സസ് എടുക്കണമായിരിക്കും നല്ലത്. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്കത് കോളർ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കോളർ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. വേറെ മറിച്ചിട്ട് തിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഒറ്റയടിക്ക് തന്നെ ഫ്രണ്ടും ബാക്കും തയ്ച്ചു കിട്ടും.
ഇനി നമുക്ക് സിബാണ് കേട്ടോ ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ സിബിന് ഇതുപോലെ വെച്ചിട്ട് സിബിൻ്റെ നല്ല വശം ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അരികത്ത് ഇതുപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. കൊണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് അതിൻ്റെ ആ സിബിൻ്റെ പല്ല് വരണ രീതിയിൽ ആ തുണീനെ കുറച്ച് നീക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ആ കോളറിനൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് അടിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ഫിക്സിലിരുന്നോളും. ഇനിയിപ്പോൾ സിബ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ സ്ലീവിൻ്റെ നീളം നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 16 ഇഞ്ച് കൈക്കുഴീൻ്റെ ഇറക്കം വരുന്നുണ്ട്. ഇനി സ്ലീവ് വയ്ക്കാനുള്ള തുണി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ച് ഉണ്ട് തുണിയുടെ വീതി. നീളം ഞാൻ ഒരു 22 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയൊരു ഫ്രില്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ തുണീനെ ഏതായാലും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ചിൽ അല്ലെങ്കിൽ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചാണ് കേട്ടോ മടങ്ങിയ ഭാഗത്ത് നിന്ന് ഞാൻ വിട്ടേക്കണത്. അത് ചുരുക്ക് കൊടുക്കാനാണ്. ഇനി ഇവിടെ നിന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും ഒന്ന് മാർക്ക് ചെയ്യാണ് കണ്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വരെ നിങ്ങൾ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സൈഡിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നൂല് വലിക്കുമ്പോൾ ചെറിയ ചുരുക്ക് നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗമാണ് ഇനി സ്ലീവായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണത്. നമുക്ക് ആവശ്യത്തിന് ചുരുക്കം ഇടുക. എന്നിട്ട് ആ കൈക്കുഴീൻ്റെ ഭാഗം വരെ ഇത് 2 പീസ് എത്തുന്നുണ്ടോയെന്നൊന്ന് നോക്കണം. ഉണ്ടോ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ആ കൈക്കുഴീൻ്റെ അവിടെ വെച്ച് നോക്കുക. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ആ ചുരുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ ഒന്ന് അടിച്ചു പോവുക. ഇതുപോലെ വയ്ക്കുമ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും വേണം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ 2 സൈഡ് ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ സ്ലീവിൻ്റെ അറ്റത്തൊന്ന് മടക്കി നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. ഇനി ടോപ്പിൻ്റെ 2 സൈഡാണ് കേട്ടോ ഇനി നമുക്ക് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് നമുക്ക് വേണ്ട ആം ഹോളും ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ സ്ലീവിൻ്റെ അവിടുത്തെ വീതി അനുസരിച്ച് നോക്കി 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി ഈ ഒരു ഷേപ്പിൽ തയ്ച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ തുണി ഇങ്ങനെ നിൽക്കണതുകൊണ്ട് നമുക്കൊരു പൈപ്പിംഗ് പോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് അവിടെ ഒരു വൈറ്റ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ ടോപ്പ് തയ്ക്കാൻ. ഞാൻ ഇവിടെ ചെറിയൊരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈനെക്ക് കോളറിൽ വരുന്ന ടോപ്പ്. ഇത് ഈ ഒരു മോഡൽ തന്നെ നിങ്ങൾക്ക് ഫ്രോക്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.